ഹലോ ഫ്രണ്ട്സ്, ഹിറ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മട്ടൻ ബിരിയാണിയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾ കാണിച്ചു തരാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അയക്കുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 1.5 കിലോ ബിരിയാണി അരി, അതുപോലെ തന്നെ 1.5 കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 3/4 കിലോ സവാള നമ്മൾ സാധാരണ കട്ട് ചെയ്യുക. ഒരു 6 തക്കാളി, ഇതുപോലെ വലിയ തക്കാളി ആയിരിക്കണം, പഴുത്ത തക്കാളി ആയിരിക്കണം. അത് നല്ല കറിയൊക്കെ നമ്മൾ നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ ഒരു 5 പച്ചമുളക് കീറിയിടാനാണ്. ഒരു 3 നാരങ്ങ, അത് നമുക്ക് കാണിച്ചു തരാം. ഒരു 100 ഗ്രാം വെളുത്തുള്ളി, വെളുത്തുള്ളിയല്ല ചെറിയ ഉള്ളി, ഇതുപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. പിന്നെ ഒരു 10 പച്ചമുളക്, ഇത് പച്ചമുളകല്ല, ഇത് കുറച്ച് പഴുത്ത മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും ഒന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിടുക. കുറച്ച് മല്ലിയില, കുറച്ച് രമ്പയില, ഒരു 50 ഗ്രാം വെളുത്തുള്ളി ഇതുപോലെ ചോപ്പ് ചെയ്തത്, ഒരു 50 ഗ്രാം ഇഞ്ചി, പിന്നെ നമുക്ക് അതിന് വറുത്ത് ചേർക്കാനുള്ള കിസ്മിസ് ഐറ്റംസ്, പിന്നെ ഒരു 2 രമ്പയില, പാകത്തിന് ചേർക്കാനുള്ള ഉപ്പ്. നമ്മൾ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. ഒരു 100 ഗ്രാം നെയ്യ്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ സാധനങ്ങൾ. അത് നമുക്ക് തയ്യാറാക്കുന്നതിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അടുപ്പ് തയ്യാറാക്കി അതിലേക്ക് തീ കത്തിക്കാനായിട്ട് പോകാം. അപ്പോൾ അടുപ്പൊന്ന് കത്തി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പാത്രം ഒന്ന് വെച്ച് കൊടുക്കും. അപ്പോൾ പാത്രം ചൂടായി കഴിഞ്ഞ് നമുക്ക് എണ്ണ അതിലേക്ക് ഒഴിക്കുകയാണ്. ഒരു ഏകദേശം ഒരു 300 ഗ്രാം എണ്ണ നമുക്ക് ഒഴിച്ചാൽ മതി. ഏകദേശം ഒരു 300 ഗ്രാം ആയിട്ടുണ്ട്. ഓക്കെ, അത് മാറ്റി വയ്ക്കാം. നമുക്ക് അതിലേക്ക് നമ്മൾ സവാള ചൂടായതിന് ശേഷം നമ്മൾ സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം, മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായി കഴിഞ്ഞ് അപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. കംപ്ലീറ്റ് ഒന്നിട്ട് ഒന്ന് എണ്ണയിലെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. ഒരു അര മൂവായതിനു ശേഷം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർക്കാം. നമ്മൾ സവാള ഏകദേശം പകുതി മൂപ്പായിട്ടുണ്ട്. ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ഉള്ളി ചതച്ച് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നെല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മുടെ പച്ചമുളക് അതിലേക്കും ചേർത്ത് കൊടുക്കാം. പഴുത്ത പച്ചമുളകാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അവിടെ ഒന്ന് മിക്സ് ചെയ്യാം. അടുത്ത നമ്മുടെ വെളുത്തുള്ളി ചതച്ച് വെച്ചത് അത് ചേർക്കാം. അതൊന്ന് മിക്സ് ചെയ്യാം. അവസാനം നമ്മുടെ ഇഞ്ചി ലാസ്റ്റ് ചേർന്ന് വെച്ചാൽ അത് ഡ്രൈ ആവാതിരിക്കാനാണ്. അതുകൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം മിക്സായിട്ടുണ്ട്. ഒന്ന് വരണ്ട് വേട്ടെ എല്ലാം കൂടെ. അപ്പോൾ നമ്മൾ സവാളയും നമ്മൾ ചതച്ച് വെച്ച ഉള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് മിക്സായിട്ട് വെന്ത് ചേർന്ന് വരുമ്പോൾ നല്ല ബിരിയാണി നല്ല ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി കുറച്ച് പൊടി ഐറ്റംസുകളുണ്ട്. മല്ലിപ്പൊടി ഒരു 6 സ്പൂൺ ചേർക്കണം. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതിന് ഇപ്പോൾ പറയാണ്.
ഒരു 6 സ്പൂൺ ചേർത്തിട്ടുണ്ട്. അടുത്ത് നമുക്കൊരു 1.5 സ്പൂൺ പട്ടയും ഇതൊക്കെ പൊടിച്ചെടുത്തത് ഒരു 1.5 സ്പൂൺ അത് ഇവിടെ ചേർക്കാം. അത് 1.5 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഒരു പെരിഞ്ജീരകം പൊടിച്ചത് ഒരു 2 സ്പൂണ് ചേർത്ത് ഒരു 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. മഞ്ഞൾപ്പൊടി പൊടിച്ചത് ഒരു 1.5 സ്പൂൺ അതും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ശകലം ഗ്രാമ്പും പട്ടയും കൂടെ അതിങ്ങനെ കുറച്ചെടുത്തിട്ട് അതുകൂടെ ഒന്ന് മിക്സ് ചെയ്താൽ നന്നായിട്ട് മണമൊക്കെ വിടാനാണ്. അതുകൊണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ചേരാം. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ. നമ്മൾ തക്കാളിയും കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് വഴട്ടാം. അതിനോട് ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ നമ്മൾ മസാല തയ്യാറായി കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ മട്ടൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മട്ടൺ എടുക്കാം. അപ്പോൾ നമ്മൾ മട്ടൺ അതിലേക്ക് ഒന്ന് തട്ടി കൊടുക്കാം. മസാല മിക്സ് ചെയ്യാം നന്നായിട്ട്. നമ്മൾ ഇറച്ചിയിലെല്ലാം മസാല എല്ലാം നന്നായിട്ട് പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഉപ്പുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള. ഒരു 2 സ്പൂൺ ഉപ്പ് മതിയാവും. പോരെങ്കിൽ നമുക്ക് ഏകദേശം 2 സ്പൂൺ കറക്റ്റായിരിക്കും. മസാല ഉപ്പും ഒക്കെ നന്നായി പിടിക്കട്ടെ. ഇളക്കി കൊടുക്കാം. നമ്മുടെ മട്ടനും മസാലയൊക്കെ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. നമുക്കൊരു നാരങ്ങ എടുത്ത് വെച്ചുള്ള ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക്. അപ്പോൾ അതിലേക്കൊന്ന് പിഴിഞ്ഞൊഴിക്കാം. എല്ലായിടും കൂടെ ചുറ്റിച്ചൊന്ന് പിഴിഞ്ഞൊഴിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇനി ഇതുപോലെ ഒരു ബൗൾ വെള്ളം എടുത്ത് ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വേവുന്നവരെ നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ നമുക്കിതൊന്ന് 1 മണിക്കൂർ വരെ ഒന്ന് അടച്ച് വയ്ക്കാം. വേവട്ടെ. അപ്പോൾ നമ്മൾ മട്ടൺ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. വെന്തോ നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെന്ത് വരുന്നു. ചാറൊക്കെ ഒന്ന് കുറുകി വരുന്നതിനായിട്ട് നമ്മുടെ ഈ ഡമ്പയിലൂടെ വന്നിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് അരി വീട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ആ 1.5 കിലോ അരി നന്നായിട്ട് കഴുകി ഊറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് കഴുകി 2-3 വെള്ളം കഴുകണം. അപ്പോഴേക്കും ആ വെള്ളത്തിൻ്റെ കട്ടിയൊക്കെ ഒന്ന് മാറി. നമ്മൾ മട്ടൻ ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അരി വേവിക്കുന്നതിലേക്ക് വേറെ അടുപ്പ് തയ്യാറാക്കി അതിലേക്ക് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് അരി ഒന്ന് ഇട്ട് കൊടുക്കാം. ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഊറ്റി വെച്ച അരി 1.5 കിലോ അരി അതിലേക്ക് ചെറിയ മസാലകൾ. ഇതിൻ്റെ ഒരു പകുതി നമ്മൾ നേരത്തെ ഇതിൻ്റെ പകുതി അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളെടുത്ത് വെച്ച പച്ചമുളക് നെടുവെന്ന് കീറി 2 കീറി ഒന്ന് ഇട്ട് കൊടുക്കുക. നമ്മളെ പട്ടയും ഗ്രാമ്പൊക്കെ അതൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ചു വയ്ക്കും.
നമ്മൾ അരി വെന്തിട്ടുണ്ട്. അരി ഒരു പാത്രം ഇത്രയും കോരി ഊറ്റാം. അപ്പോൾ ഇത് വീണ്ടും 1 മണിക്കൂറിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ 2 മണിക്കൂറാണ് ഇത് വേവിക്കാൻ തയ്യാറാക്കിയ സമയം. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് മസാല കോരി മാറ്റാം. ദമ്മിലേക്ക് ഇടുന്നതിനായിട്ട് പകുതി മസാല നമ്മളിന്ന് കോരി മാറ്റാം. ഏകദേശം പകുതി മാറ്റിയിട്ടുണ്ട്. ഇവിടെ വയ്ക്കാം. ഇനി അതിലേക്ക് നമ്മൾ ചോറ് പകുതി തട്ടി കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് ഊറ്റി വെച്ച ചോറ് അതിൽ പകുതി നമുക്ക് അതിലേക്ക് തട്ടി കൊടുക്കാം. അത് ഇതാണ് എല്ലാവരും ഒരേ കണക്കിന് ഏകദേശം ഇങ്ങനെ തട്ടിയിട്ടൊന്ന് എല്ലാം മിക്സ് റൗണ്ട് വെച്ച് കൊടുത്താലും മതി. എല്ലായിടം ചുറ്റി റൗണ്ട് ചെയ്തെടുക്കുക. നേരത്തെ മാറ്റി വെച്ച ബാക്കി മസാല ഇവിടെ അതിൻ്റെ മുകളിലേക്ക് സെറ്റ് ചെയ്യാം. അത് എല്ലായിടം റൗണ്ടായിട്ട് വരുന്ന രീതിയിൽ എല്ലാം ആയിട്ടുണ്ട്. നേരത്തെ റെഡിയാക്കി വെച്ച ഇല ഇതിനൊക്കെ ഒന്ന് മുകളിൽ ഇട്ട് കൊടുക്കുക. മണം കിട്ടാനായിട്ട് നല്ല. അപ്പോൾ നമ്മൾ ബാക്കി ചോറ് കൂടെ എടുത്ത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യാം. നേരത്തെ ഇട്ട പോലെ തന്നെ എല്ലാം വരുന്ന രീതിയിൽ റൗണ്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ മല്ലിയില അതിൻ്റെ മുകളിലൊന്ന് ഇത് തരാം. എല്ലായിടം ചുരുക്കുന്നു. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടി ഏകദേശം 1 സ്പൂൺ ഇങ്ങനെ എടുത്തിട്ട് കയ്യിലെടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് ലൈറ്റായിട്ടും ചുരുക്കും. എല്ലായിടം മിക്സ് ആവുന്ന രീതിയിൽ എല്ലായിടം ഒന്ന് ഇട്ടുകൊടുക്കും. എല്ലായിടം. എന്നിട്ട് നമ്മൾ സവാള മൂപ്പിച്ച് വെച്ചത് നമ്മൾ ആദ്യം എടുത്ത് വെച്ച സവാള മൂപ്പിച്ച് അതിന് മുകളിൽ കൂടെ ഒന്ന് ഇടാം. ഇതിൻ്റെ പ്രത്യേക ടേസ്റ്റാണ്. അതിനെല്ലാവരും ഇത് ഉപയോഗിക്കാറുണ്ട്. അവരുടെ അലങ്കാരത്തിനും അതിനേക്കാൾ ഉപരി ടേസ്റ്റും എല്ലാത്തിനും ഉപയോഗിക്കാനാണ്. അപ്പോൾ നമ്മൾ നെയ്യിൽ വറുത്തെടുത്ത കിസ്മിസ് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ അണ്ടിപ്പരിപ്പ് അതിന് മുകളിലേക്കൊന്ന് എല്ലായിടം കൂടെ വിതറി കൊടുക്കുക. വറുത്തതാണ്, എണ്ണയിൽ നെയ്യിൽ വറുത്തെടുത്താണ്. അപ്പോൾ നമ്മൾ ബിരിയാണി ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ഒരു അരമണിക്കൂർ നമുക്ക് അതിൻ്റെ മുകളിൽ വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം എടുത്ത് വെച്ച് കൊടുത്ത് ഒരു അരമണിക്കൂറോടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ദമ്മാവട്ടെ. അപ്പോൾ നമ്മൾ ബിരിയാണി ദമ്മിലിട്ട് അരമണിക്കൂർ കഴിഞ്ഞാൽ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഇതേപോലെ അയക്കുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഉടനെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോൾ ബൈ.